Hi everyone, welcome back to Veranda Race. അപ്പോൾ നമ്മൾ SSC CGL ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. അറിയാം നമുക്ക് എക്സാംസ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ SSC CGL ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റീസണിങ്ങിന്റെ സെക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളിലും ലൈവ് പോകുന്ന പോലെ ഒരു സീരീസ് സെക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ PYQ സീരീസ് ആണ്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ ഓരോ ഷിഫ്റ്റിലും വന്നിട്ടുള്ള ഈ 25 ക്വസ്റ്റ്യൻസ് നമ്മളെ റീസണിങ് സെക്ഷനിൽ കവറായി വന്നിട്ടുള്ള 25 ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈമർ ഉണ്ട് 30 സെക്കൻഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ 30 സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിലോജിസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം സിലോജിസത്തിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് വെൻ ഡയഗ്രാം വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻ ടൈപ്പ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഓൾ പേജസ് ആർ ഡയറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വെൻ ഡയഗ്രാം വരയ്ക്കണം. എല്ലാ പേജസും ഡയറീസ് ആണ്. ഓൾ പേജസ് ആർ ഡയറീസ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? സം ഡയറീസ് ആർ ബുക്ക്. ഡയറീസിലെ കുറച്ച് പാർട്ട് ബുക്കാണ്. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓൾ ബുക്സ് ആർ നോട്ട് ബുക്സ്. എല്ലാ ബുക്സും തന്നെ നോട്ട് ബുക്സ് ആണ്. അപ്പോൾ ബുക്സ് വരുന്ന എല്ലാ പാർട്ടും നോട്ട് ബുക്കിൽ വരും. ഇനി കൺക്ലൂഷൻ ചെക്ക് ചെയ്യണം അല്ലെ. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കിക്കേ, നോ പേജ് ഈസ് എ നോട്ട് ബുക്ക്. അപ്പോൾ ഒരു പേജും തന്നെ നോട്ട് ബുക്ക് അല്ല എന്നാ പറയുന്നത്. നോക്കിക്കേ, പേജ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പേജ് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ പേജും ഡയറീസ് എന്നാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇനി നമ്മളോട് നോ പേജ് ഈസ് എ നോട്ട് ബുക്ക്. അപ്പോൾ പേജിനും നോട്ട് ബുക്കിനും തമ്മിൽ നോ റിലേഷൻ ആണോ ഉള്ളത്? അല്ല, പേജിന്റെ ഇത്രയും പാർട്ടല്ലേ, ഈ സം പാർട്ട് നമുക്ക് നോട്ട് ബുക്കിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നോ പേജ് ഈസ് എ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. അതല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഓൾ പേജസ് ആർ ഡയറീസ്, സം ഡയറീസ് ആർ ബുക്സ്, ഓൾ ബുക്സ് ആർ നോട്ട് ബുക്ക്. ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്ന സ്ഥലത്ത് ഒരിക്കലും ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ വരില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ, നോ പേജ് ഈസ് എ നോട്ട് ബുക്ക് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഷുവർ ആയിട്ടും തെറ്റാണ്, ഫോളോ ചെയ്യത്തില്ല എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ നോക്കിക്കേ, ഓൾ പേജസ് ആർ നോട്ട് ബുക്സ്. എല്ലാ പേജസും നോട്ട് ബുക്സ് എന്നാ പറയുന്നത്. അതും നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പേജസിലെ സം പാർട്ട് മാത്രമേ നോട്ട്ബുക്കിലോട്ടുള്ളൂ. അപ്പൊ ഓൾ പേജസ് ആർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് തെറ്റാണെന്ന് എടുക്കാം. ദെൻ തേർഡ് കൺക്ലൂഷൻ നോക്കിക്കേ, ഓൾ ഡയറീസ് ബീയിങ് നോട്ട്ബുക്ക് ഈസ് എ പോസിബിലിറ്റി. എല്ലാ ഡയറീസും നോട്ട്ബുക്ക് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാ പറയുന്നത് അല്ലെ. അപ്പൊ പോസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ്. അപ്പോൾ ഓൾ ഡയറീസ് ബീയിങ് നോട്ട്ബുക്സ്. അപ്പൊ നോക്കിക്കേ, എല്ലാ ഡയറീസും നോട്ട്ബുക്ക് ആവാനുള്ള പോസിബിലിറ്റി, അതായത് ഈ ഡയറി സെക്ഷൻ മൊത്തം നമുക്ക് നോട്ട്ബുക്കിലോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാ പറയുന്ന കൺക്ലൂഷനിൽ. സാധ്യതയുണ്ട് അല്ലെ, നമുക്ക് വെക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഈ കൺക്ലൂഷൻ നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ എന്ത് മാത്രമേ വരൂ? വൺലി കൺക്ലൂഷൻ 3 ഫോളോ മാത്രമേ വരൂ. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ 3, വൺലി കൺക്ലൂഷൻ 3 ഫോളോ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. യെസ്, നോക്കിക്കേ, ലെറ്റർ ക്ലസ്റ്റർ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് റിമെയിൻ അൺചേഞ്ച് ഇഫ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബൈൻഡർ. ബൈൻഡർ എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ആൽഫബറ്റിന്റെ പൊസിഷൻസ് അൺചേഞ്ച് ആകാണ്ടിരിക്കും അല്ലെ. എത്ര ആൽഫബറ്റ്സിന്റെ, ഏതൊക്കെയെന്നല്ല, എത്ര ആൽഫബറ്റ്സിന്റെ പൊസിഷൻസ് അൺചേഞ്ച്ഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളുടെ വേർഡ് എഴുതി, ബൈൻഡർ ആണ്. ഇതിനെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ഏതിലെ ആൽഫബറ്റ് വരും? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബി വരും. നെക്സ്റ്റ് ഏത് ആൽഫബറ്റ് വരും? ഇ വരും. നെക്സ്റ്റ് ഡി എഴുതിയില്ല അല്ലേ. ഓക്കെ, ഡി, ഐ, ഇ, എൻ, ആർ. ഇങ്ങനെയല്ലേ വരിക ആൽഫബറ്റിക്കൽ ഓർഡറിൽ ബൈൻഡർ എന്ന് പറയുന്ന വേർഡ് എഴുതുമ്പോൾ. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ആൽഫബറ്റ്സ് ആണ് പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്ട് വരുന്നത്? ഈ ആൽഫബറ്റ് ബി അതേ സെയിം പ്ലേസിൽ തന്നെ ഉണ്ട്, ആറ് സെയിം പ്ലേസിൽ തന്നെ ഉണ്ട്. വേറെ ഏതെങ്കിലും ആൽഫബറ്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എത്രയാ വരുന്നത്? കൗണ്ട് 2 ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ 3, 2 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജസ്
കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലേ. കോഡിംഗ് ടൈപ്പിലെ ബ്ലഡ് റിലേഷൻ ആണ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് മാക്സിമം റെയിൽവേ എക്സാംസ് എടുത്താലും നമുക്ക് കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതും എക്സാക്ട്ലി കഴിഞ്ഞ വർഷം 2024 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് ടൈപ്പിലുള്ള ബ്ലഡ് റിലേഷൻ ആണ്. ഇവിടെ നെയിം ഇല്ല, അല്ലെങ്കിൽ ആൽഫബറ്റ് അല്ല, നമ്പേഴ്സ് വെച്ചാണ് റിലേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നമ്പേഴ്സ് വെച്ച് തന്നെ നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കണം. അവിടെ നിന്ന് 4 2 എങ്ങനെയാണ് റിലേറ്റഡ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി സർട്ടൻ കോഡ് ലാംഗ്വേജസ് A + B മീൻസ് A ഈസ് ദി മദർ ഓഫ് B. അപ്പോൾ പ്ലസ് സിമ്പിൾ വരുന്നുണ്ടെങ്കിൽ A ബിയുടെ മദർ ആണെന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് 4 + 3 വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമുക്ക് 4 + 3 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 4 ഈസ് ദി മദർ ഓഫ് 3 എന്ന് എടുക്കാം. അപ്പോൾ 4 3ന്റെ മദർ ആണ് അല്ലേ. നെക്സ്റ്റ് 3 ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് ബൈ ആണ്. 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഓക്കെ, ഡിവൈഡഡ് ബൈക്ക് എന്ത് റിലേഷനാണ് തന്നിട്ടുള്ളത്? A ഡിവൈഡഡ് ബൈ B മീൻസ് A ഈസ് ദി ഫാദർ ഓഫ് B അല്ലെ. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2 മീൻസ് 3 ഈസ് ദി ഫാദർ ഓഫ് B. അപ്പോൾ 3 ഈസ് ദി ഫാദർ ഓഫ് 2. 3 2ന്റെ ഫാദർ ആണെന്ന് എടുക്കാം. നെക്സ്റ്റ് 2 ഡിവൈഡഡ് ബൈ 1 അഗൈൻ എന്താണ്? 2 ഈസ് ദി ഫാദർ ഓഫ് 1 ആണ്. അപ്പോൾ 2 ഫാദർ ഓഫ് 1 ആണെന്ന് എടുക്കാം. ഇനി അടുത്ത് പറയുന്നത് 1 - 5. അപ്പൊ നോക്കിക്കേ, മൈനസ് സിമ്പിൾ വരുന്നുണ്ടെങ്കിൽ A - B ആണെങ്കിൽ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് പറയുന്നത്? A ഈസ് ദി ബ്രദർ ഓഫ് B. ഇവിടെ നമുക്ക് 1നും 5നും ഇടയ്ക്കാണ് മൈനസ് വരുന്നത്. അപ്പോൾ 1 ഈസ് ദി ബ്രദർ ഓഫ് B എന്ന് നമ്മൾ എടുക്കണം അല്ലേ. അപ്പോൾ 1 ബ്രദർ ഓഫ് B, സോറി ബ്രദർ ഓഫ് 5. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 4 എങ്ങനെയാണ് 2ന് റിലേറ്റ് ആവുന്നത് അല്ലേ. ഹൗ ഈസ് 4 റിലേറ്റഡ് ടു 2? അപ്പോൾ 4 ഇവിടെ ഇരിപ്പുണ്ട്, 2 ഇവിടെ ഇരിപ്പുണ്ട്. 2ന്റെ അച്ഛന്റെ അമ്മയാണ് അല്ലേ, ഫാദേഴ്സ് മദർ ആണ് 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കണം ഓപ്ഷൻ 2 ഫാദേഴ്സ് മദർ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാലോ. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു ഫിഗർ സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. സീരീസ് ഓഫ് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്ന പ്ലേസിൽ നമുക്ക് ഏത് ഫിഗർ സീരീസ് ആണ് വരും. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, എന്ത് ലോജിക് ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫിഗർ സീരീസ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ എന്ത് ലോജിക് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കണം. ആ ലോജിക് ഫോളോ ചെയ്ത് അവസാനത്തെ ആൻസർ നമ്മൾ കൊടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, ആരോ ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത്, ഈ ആരോ അപ്വേർഡ് ഇരിക്കുന്നുണ്ട്, അതിന്റെ വലുതായിട്ട് കുറച്ച് ബിഗ്ഗർ സൈസിൽ ഡൗൺവേർഡ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഇത് ഇവിടെ. നെക്സ്റ്റ് ഇവിടെ ട്രയാങ്കിൾ വരുന്നുണ്ട്, അതിന്റെ ബിഗ്ഗർ അത് റിവേഴ്സ് ചെയ്തിട്ട് അല്ലേ തലകുത്തനെ ഇവിടെ വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എസ് എടുത്താൽ ഇതിന്റെ അതേപോലെ റിവേഴ്സ് വെർഷൻ, അതേപോലെ അതിന്റെ കുറച്ച് ബിഗ്ഗർ സൈസ്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ആണെങ്കിൽ ഇതിന്റെ റിവേഴ്സ്, ഇതിനെ റിവേഴ്സ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ജെ എന്ന് എഴുതാം. അതിന്റെ ബിഗ്ഗർ വെർഷൻ ആയിരിക്കണം. അപ്പൊ നോക്കിക്കേ, ജെ വലുതായിട്ട് ഈ എഡ്ജിൽ വരുന്നത്, ഈ എഡ്ജിൽ ജെ വലുതായിട്ട് വരുന്ന ബോക്സ് ഓർ ആൻസർ ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. നോക്കിക്കേ, ഏത് വരുന്നുണ്ട്? എം വരത്തില്ല, 1 വരത്തില്ല, ഇവിടെ 1 വരത്തില്ല. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ സി, ജെ താഴെ എം. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ഈ ജെ വെച്ച് തന്നെ നമുക്ക് ഫിഗർ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ആൻസർ ഓക്കെ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സെയിം അഗെയിൻ ഒരു കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിസ്ക് എന്ന് പറയുന്ന വേർഡ് DRHB എന്ന് പറയുന്ന വേർഡിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സെയിം വേയിൽ ബാങ് എന്ന് പറയുന്ന വേർഡ് ഏതിനായിരിക്കും റിലേറ്റഡ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോഡിംഗ് ഡീകോഡിംഗ് ആണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ? ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഒരു വേർഡിൽ നിന്ന് ആൽഫബറ്റിക്കൽ കോഡിംഗ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ലെറ്റർ കോഡിംഗ് തന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഈ ലെറ്റർ കോഡിംഗ് ഫോം ആയത് എന്ന് നോക്കണം അല്ലെ. ആ റിലേഷൻ തന്നെ അടുത്തതിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് റീചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള വേർഡിനെ നമ്മൾ കോഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബിസ്ക് എന്ന് പറയുന്ന വേർഡ് എടുക്കുന്നു, WISK. ഈ വേർഡ് എടുത്തപ്പോൾ ഇതിനെനിക്ക് കോഡ് വന്നിട്ടുള്ളത് DRHP ആണ്. DRHP ആണ്. നെക്സ്റ്റ് ഇനി ഒരു വേർഡ് കൂടെ തന്നിട്ടുണ്ടല്ലോ, ലെൻഡ് എന്ന് പറയുന്ന വേർഡ് തന്നിട്ടുണ്ട്. ഇതിന് കോഡ് തന്നിട്ടുള്ളത് OVE
എം ജി ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡബ്ല്യു ഡി. ഓക്കെ, ഡബ്ല്യുയുടെ ആൽഫബറ്റിക്കൽ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് അറിയായിരിക്കും. അത് അറിയാത്തവർ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യുക, റഫർക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സൈഡിൽ, അതായത് എക്സാം തുടങ്ങിയതിന് ശേഷം സൈഡിൽ ആൽഫബറ്റിക്കൽ സീരീസ് എഴുതി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്ലേസ് വാല്യൂയും കൂടെ എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ ഡബ്ല്യുവിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 23 ആണ് അല്ലേ. ഡബ്ല്യുയുടെ ആൽഫബറ്റ് വാല്യൂ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ 23 ആണ്. ഡിയുടെ പ്ലേസ് വാല്യൂവോ 4 ആണ്. അഗൈൻ ഐക്ക് നോക്കുന്നു, ഐയുടെ പ്ലേസ് വാല്യൂ 9 ആണ്. ആറിന്റെ പ്ലേസ് വാല്യൂ എത്രയാ, 18 ആണ്. അഗൈൻ എസ് നോക്കിയാൽ എസിന് 19 ആണ്, എച്ചിന് 8 ആണ്. കെക്ക് നോക്കിക്കഴിഞ്ഞാൽ കെയുടെ പ്ലേസ് വാല്യൂ 11 ആണ്, പിയുടെ പ്ലേസ് വാല്യൂ 16 ആണ്. നോക്കിക്കേ, എന്താ ഇവിടെ റിലേഷൻ വരുന്നത്, ഇപ്പൊ ക്ലിയർ ആണല്ലേ. 23 പ്ലസ് 4 എടുത്താൽ 27. അതായത് നമുക്കറിയാം ആൽഫബറ്റ്സിന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ പ്ലേസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമ്മളറിയാം നമ്മൾ എം വരെ എഴുതിയിട്ട് അവിടെ നിന്ന് എൻ തൊട്ട് റിവേഴ്സിൽ എഴുതുന്ന ഒരു ശീലമുണ്ട് നമുക്ക്. അതെന്തിനാ നമ്മൾ എഴുതുന്നത്, ഓപ്പോസിറ്റ് ലെറ്റർ കണ്ടുപിടിക്കാൻ അല്ലെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കും, എന്താ, ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് എയ്ക്കും ഇസഡിനും, ഇപ്പൊ എയുടെ ഓപ്പോസിറ്റ് ആണ് ഇസഡ്, ഈ എയ്ക്കും ഇസഡിനും ഉള്ള പ്ലേസ് വാല്യൂവിന്റെ സമ്മ് നമുക്ക് എത്രയെന്നറിയാം, 27 ആണെന്നറിയാം. എയുടെ പ്ലേസ് വാല്യൂ 1 ആണ്, ഇസഡിന്റെ പ്ലേസ് വാല്യൂ 26 ആണ്. അപ്പോൾ 1 + 26 27 ആണ് അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് രണ്ടും അതിന്റെ പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം, 27 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡബ്ല്യുക്കും ഡിയുടെയും പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്തപ്പോൾ 27 കിട്ടുന്നുണ്ട്. ഐക്കും ആറിനും പ്ലേസ് വാല്യൂ ആഡ് ചെയ്തപ്പോഴും നമുക്ക് എത്രയാ, 9 + 18 27 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് ആൽഫബറ്റ് ആണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ, ചെക്ക് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്, ഓപ്പോസിറ്റ് ആൽഫബറ്റ് ആണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഏതാ, ബാങ്ക് എന്ന് പറയുന്ന വേർഡാണ്. വേർഡ് എഴുതി ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് ഏത് വരും, എയുടെ ഓപ്പോസിറ്റ് ഇസഡ് ആണ്, ബിയുടെ ഓപ്പോസിറ്റ് വൈ ആണ്. ഓക്കെ, ഓപ്ഷനിൽ നമുക്ക് ചെക്ക് ചെയ്യാം. വൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഇത് രണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും അല്ലാന്ന് ഉറപ്പിക്കാം. പക്ഷെ ഇവിടെ ഉറപ്പിക്കണമെങ്കിൽ നമുക്കിനി ഏത് വേണം, മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ആൽഫബറ്റിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ എന്താണെന്നുള്ളത് വേണം. ലാസ്റ്റ് ആൽഫബറ്റ് എന്താ, നമുക്ക് ജി ആണ്. ജിയുടെ പ്ലേസ് വാല്യൂ 7 ആണെങ്കിൽ ജിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റിന്റെ പ്ലേസ് വാല്യൂ എത്രയായിരിക്കണം, ഓപ്പോസിറ്റ് ആൽഫബറ്റ്സിന്റെ പ്ലേസ് വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം, 27 കിട്ടണം. ഇവിടെ ജിക്ക് 7 ഉണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും ജിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റിന്റെ പ്ലേസ് വാല്യൂ 20 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ 27 കിട്ടത്തുള്ളൂ അല്ലെ. അപ്പോൾ 20 പ്ലേസ് വാല്യൂ വരുന്ന ആൽഫബറ്റ് ഏതാണ്, ഓ അല്ലേ, സോറി ടി. അപ്പൊ 20 പ്ലേസ് വാല്യൂ വരുന്ന ആൽഫബറ്റ് ഏതാണ്, ടി ആണ്. അപ്പോൾ ജിക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഏത് വരണം, ടി വരണം. അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ 4 YZMT ആണ്. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഒരു ലെറ്റർ സീരീസ് ആണ്, സോറി നമ്പർ സീരീസ് ആണ് തന്നിട്ടുള്ളത്. ഇതിന് ഇൻ ബിറ്റ്വീനിൽ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതായത് ഫസ്റ്റ് നമ്പറിന്റെ റിസൾട്ട് ആണ് സെക്കൻഡ് നമ്പർ, സിമിലർലി സെക്കൻഡ് നമ്പറിന്റെ ഒരു റിസൾട്ട് ആണ് തേർഡ്, തേർഡിൽ നിന്ന് ഫോർത്ത്. ദെൻ വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് ഫോളോ ദ സെയിം സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആസ് ഇൻ ദ ഗിവൺ സെറ്റ്സ്. അതായത് നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ള സെറ്റിൽ എന്ത് ഓപ്പറേഷൻ ആണോ നടക്കുന്നത് അത് തന്നെ വേണം ഓപ്ഷനിലെ ഏതോ ഒരു സെറ്റിനും നടന്നിട്ടുണ്ടാവുക. ആ ഓപ്ഷൻ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാനും പാടുള്ളൂ. ഇനി നോട്ടായിട്ട് ഒരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്. എന്താ, ഒരു നമ്പറിനെ, അതായത് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് 13 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും 1 3 ആയിട്ട് ഡിജിറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ല. നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. സെപ്പറേറ്റിംഗ് 1 and 3 നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ നമ്പർ ആയിട്ട് വെച്ച് തന്നെ എന്തായിരിക്കും അവിടെ തന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോ 18 36 ആകണമെങ്കിൽ എന്ത് ചെയ്താലേ വരൂ, 18 ഇൻറ്റു 2 ചെയ്താൽ മാത്രമേ 18 നമുക്ക് 36 ആകത്തുള്ളൂ അല്ലെ. ഇനി 36 ഇൻറ്റു എത്ര ചെയ്താലേ 72 വരൂ, 2 ചെയ്താലേ വരൂ. ഓക്കെ, അവിടെയും നമുക്ക് ഓക്കെ. നെക്സ്റ്റ് 72-ൽ നിന്ന് 107 വരണമെങ്കിൽ എന്തോ സം വാല്യൂ ഡിഫറൻസ് ആണ്. എന്താ,
എത്രയാ ഡിഫറൻസ് വരുന്നേ? 35 ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയാണോ സെക്കൻഡ് സെറ്റ് നോക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് സെറ്റ് ആണ്, ഇത് അടുത്ത സെക്കൻഡ് സെറ്റ് അല്ലെ. 15 × 2 ചെയ്താലാണ് നമുക്ക് 30 വരുന്നത്. 30 × 2 ചെയ്താലാണ് നമുക്ക് 60 വരുന്നുള്ളൂ. അപ്പോൾ 60-ൽ നിന്ന് ഇവിടെ എത്രയാ ഡിഫറൻസ് വരുന്നേ? 35 ഡിഫറൻസ് വരുന്നുണ്ട്. സോ അവിടെയും ഈ പറഞ്ഞ അതേ ലോജിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിൽ അതേ സെയിം ലോജിക്ക് ഫോളോ ചെയ്യണം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്പർ ഇൻറ്റു 2 ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ട്വൈസ് ആണ് സെക്കൻഡ് നമ്പർ. എല്ലാ ഓപ്ഷനിലും അത് സെയിം ആണ്. 22ന്റെ ട്വൈസ് ആണ് 44, 25ന്റെ ട്വൈസ് ആണ് 50, 11ന്റെ ട്വൈസ് ആണ് 22, 30യുടെ ട്വൈസ് ആണ് 60. ഓക്കെ, ഓപ്ഷനിൽ അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് സെക്കൻഡ് നമ്പറിന്റെ ട്വൈസ് ആണ് തേർഡ് നമ്പർ. 44 × 2 ചെയ്താൽ 88 കിട്ടുന്നുണ്ട്. സെയിം 50 × 2 ചെയ്താൽ 100 കിട്ടുന്നുണ്ട്. 22 × 2 ചെയ്താൽ 66 അല്ല 44 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 അല്ല. ഇനി അതുപോലെ 30 × 2 ചെയ്താൽ 60 കിട്ടുന്നു. 60 × 2 ചെയ്താൽ നമുക്ക് 120 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4ഉം അല്ല. ഇനി നമുക്ക് ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസിലാണ് ഡൗട്ട്. ഇനി നോക്കിക്കേ, ഈ അവസാനത്തെ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് എത്ര വരണം? 35 വരണം. ഇവിടെ നമുക്ക് ക്ലിയർ ആണല്ലേ, ഡിഫറൻസ് എത്രയേ ഉള്ളൂ? 25 ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ഓപ്ഷനും അല്ല, നമ്മളുടെ ആൻസർ ഓപ്ഷൻ 1 ആണ്. അവിടെ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുത്ത് നോക്കുക. 123-നും 88-നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? 35 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഓപ്ഷൻസ് നമുക്ക് റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നിങ്ങൾ ചോദിക്കാം, ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. പക്ഷെ ഇൻ കേസ് എക്സാമിന് ഈ ഓപ്ഷൻ ലാസ്റ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ, ഫോർത്ത് ഓപ്ഷൻ ആയിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഈ 3 ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടേ നിങ്ങൾക്ക് ഫോർത്ത് കിട്ടത്തുള്ളൂ. അതിനേക്കാളും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരേ ലോജിക് ആണല്ലോ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ ലോജിക് എല്ലാ ഓപ്ഷനിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഓരോരോ നമ്പറിലായിട്ട് നമുക്ക് നോക്കി വരുമ്പോൾ തന്നെ അവിടെ ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ നമ്പർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ടു കംപ്ലീറ്റ് ദ സീരീസ്. ഈസി ആണല്ലേ, നമ്പർ സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മാത്സ് ആപ്റ്റിറ്റ്യൂഡിൽ വരാറുണ്ട്, കോണ്ട് സെക്ഷനിൽ നമുക്ക് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇത് റീസണിങ്ങിൽ വന്നു എന്നേ ഉള്ളൂ അല്ലേ. എന്താ ഡിഫറൻസ് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഡിഫറൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 15 ആണ്, ഇവിടെ 20 ആണ്. ഓക്കെ, 5, 10, 15, 20. അപ്പോൾ അടുത്ത് എന്ത് വരും? 25 വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് 75 + 25 ചെയ്യുമ്പോൾ 100 എന്നുള്ള ആൻസർ കിട്ടുന്നു. ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഡിഫറൻസ് ആണ്, നമ്പർ സീരീസ് ഡിഫറൻസിലാണ് എടുത്തിട്ടുള്ളത്. 5, 10, 15, 20, 25. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് മുൻപേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ വേർഡ് തന്നിട്ടുണ്ട്, എൻ ടോംബ് എന്ന് പറയുന്ന ഒരു വേർഡ്. ആ വേർഡിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം. എഴുതിയതിന് ശേഷം ഏതൊക്കെ ആൽഫബറ്റ്സ് അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാണ്ട് സെയിം പൊസിഷനിൽ തന്നെ വീണ്ടും തുടരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ആൽഫബറ്റ്സ്? ഓക്കെ, നോക്കാം. എൻ ടോംബ്. ഓക്കെ, വേർഡ് എഴുതി. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ബി, ഇ, ഓക്കെ. ഏതൊക്കെ ആൽഫബറ്റ്സാ ചേഞ്ച് ചെയ്യാണ്ട് വരുന്നത്? ഒന്നുമില്ല അല്ലേ, എല്ലാം മിസ്മാച്ച് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നൺ എന്നുള്ള ആൻസർ കൊടുക്കാം. ഓപ്ഷൻ 1 നൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാലോ. ഓക്കെ, നമ്മളുടെ ക്യൂബ്സ് ആൻഡ് ഡൈസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, ക്യൂബ്സ് ആൻഡ് ഡൈസ് നമുക്കറിയാം. ഒരു ക്യൂബ് എടുക്കുവാണെങ്കിൽ 6 ഫേസസ് ഉണ്ട്. 6 ഫേസസിൽ ഇവിടെ നമുക്ക് 3 പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഒരു ഡൈസിന്റെ തന്നെ അല്ലെങ്കിൽ ഒരു ക്യൂബിന്റെ തന്നെ, ഇവിടെ ക്യൂബാണ്, ഒരു ക്യൂബിന്റെ തന്നെ 3 പൊസിഷൻസ് തന്നിട്ടുണ്ട്. 3 രീതിക്ക് നോക്കുമ്പോൾ ഏതൊക്കെ സൈഡ്സ് ആണ് കാണാൻ പറ്റുന്നത് എന്നുള്ള രീതിക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ഇനി ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ വേർഡ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ഈറ്റ്. ഈറ്റ് എന്ന് പറയുന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഏത് വേർഡ് ആയിരിക്കും വരിക? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, 3 പൊസിഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എടുക്കാം? 2 പൊസിഷൻസിനെ കമ്പയർ ചെയ്ത് ആൻസറിലോട്ട് എത്താം അല്ലെ. അപ്പൊ നമുക്കിവിടെ 3 എണ്ണത്തിന്റെ ആവശ്യമില്ല. ഏത് 2 കമ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ 2ഉം നമ്മൾ കമ്പയർ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ഈറ്റിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണെന്നുള്ളത് കിട്ടത്തില്ല. സോ ആദ്യത്തെ 2 പൊസിഷൻസ് ഞാൻ എടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു?
സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻസ് എടുക്കുന്നു, സെക്കൻഡും തേർഡും എടുക്കുന്നു. ഓക്കെ, ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈറ്റ് ഉണ്ട്, പ്ലേ ഉണ്ട്, സ്ലീപ്പ് ഉണ്ട് ആദ്യത്തെ വ്യൂവില്, രണ്ടാമത്തെ വ്യൂവില്. തേർഡ് വ്യൂവില് പ്ലേ ഉണ്ട്, റൺ ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്. നോക്കിക്കേ, രണ്ട് പൊസിഷൻസിലും കോമൺ ആയിട്ട് രണ്ട് ഫേസസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? പ്ലേയും സ്ലീപ്പും. ഓക്കെ, പ്ലേയും സ്ലീപ്പും ഇവിടെയും കോമൺ ആണ്, ഇവിടെയും കോമൺ ആണ്. അപ്പൊ നമുക്കറിയാം, ഡയസിൽ അല്ലെങ്കിൽ ക്യൂബ്സ് ആൻഡ് ഡയസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ, പൊസിഷൻ വ്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് പൊസിഷൻസ് നമുക്ക് മിനിമം 3 പൊസിഷൻസ്, മാക്സിമം 3 പൊസിഷൻസ്, 3 ഫേസസേ നമുക്ക് കാണാൻ പറ്റും അല്ലെ? അപ്പോൾ 3 പൊസിഷൻസ് തന്നിട്ടുണ്ടെങ്കിലും 2 പൊസിഷൻസ് തന്നിട്ടുണ്ടെങ്കിലും എത്രയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഫേസസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ഫേസസ് കാണാൻ പറ്റുന്നു. അതിൽ 2 ഫേസസ് സെയിം ആണെങ്കിൽ, ഇവിടെ 2 ഫേസസ് സെയിം അല്ലേ? പ്ലേയും സ്ലീപ്പും സെയിം ആണ്. 2 പൊസിഷൻസിലും പ്ലേയും സ്ലീപ്പും ആണ് തന്നിട്ടുള്ളത്, 2 ഫേസ് സൈഡ്. ഇനി അപ്പം ബാലൻസ് ഉള്ളതെന്ന്, ഇവിടെ ഏതാ ബാലൻസ് ഉള്ളത്? ഈറ്റ് എന്ന് പറയുന്ന ഒരു സൈഡാണ് ബാലൻസ് ഉള്ളത്. അതിന് ഓപ്പോസിറ്റ് ആരായിരിക്കും? മറ്റേ പൊസിഷനിലും റിമൈനിങ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ ഇവിടെ ഈറ്റ്, ഇവിടെ പ്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും എന്തായിരിക്കും? തമ്മിൽ ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും അല്ലെ? അപ്പോൾ ഈറ്റ് എന്ന് പറയുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്ലേ അല്ല, റണ്ണ്. ഓക്കെ, ഈറ്റ് എന്ന് പറയുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റൺ എന്ന് പറയുന്ന ഫേസ്. ഇവർ രണ്ടുപേരും അല്ലേ പ്രത്യേകിച്ചുള്ളത്? പ്ലേയും സ്ലീപ്പും 2 പൊസിഷൻ വ്യൂയിലും സെയിം ആണ്, സൈഡ്സ് അല്ലെ? പ്ലേ എന്ന് പറയുന്ന സൈഡും സ്ലീപ്പ് എന്ന് പറയുന്ന സൈഡും രണ്ടാമത്തെ പൊസിഷൻ വ്യൂവിലും 3ാമത്തെ പൊസിഷനിലും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ബാലൻസ് ഉള്ളത് രണ്ടാമത്തതിൽ ഈറ്റ് ആണ്, 3ാമത്തതിൽ റൺ ആണ്. അപ്പൊ അവരായിരിക്കും തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വേർഡ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ഈറ്റ്. ഈറ്റ് എന്ന് പറയുന്ന വേർഡിന് ഓപ്പോസിറ്റ് വരുന്ന ഫേസിൽ വരുന്ന വേർഡ് എന്താ? റൺ എന്ന് പറയുന്നതാണ്. നമ്മളുടെ ആൻസർ ഓപ്ഷൻ 4 റൺ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാലോ. ഓക്കെ, നോക്കിക്കേ, സെയിം ഇവിടെ 2 പൊസിഷൻ വ്യൂസ് തന്നിട്ടുണ്ട് അല്ലെ? 2 ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് വിത്ത് ഫേസസ്. അതിൽ ഏതൊക്കെ ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? TO, BL, Y and V. 6 ഫേസസും തന്നിട്ടുണ്ട്. Then shown below, select the letter that will be on the face opposite to the one having L. L എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റിൽ വരുന്ന ആൽഫബറ്റ് അല്ലെങ്കിൽ ഫേസിൽ വരുന്ന ആൽഫബറ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റർ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. പൊസിഷൻ വ്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ, 2 പൊസിഷൻ വ്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഫേസ് ആദ്യം എടുക്കണം. ഇവിടെ ഈ രണ്ടിലും, 1ലും 2ലും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫേസ് ഏതാ? Y ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഈ കോമൺ ഫേസിനെ ആദ്യം എഴുതുക. അപ്പൊ ഇവിടെ കോമൺ ഫേസ് Y ഉണ്ട്, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ Y ഉണ്ട്. നെക്സ്റ്റ് Yയിൽ നിന്ന് ഏത് ഡയറക്ഷൻ ആണോ എടുക്കുന്നത് അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ അല്ലേ? നമുക്ക് തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് എടുക്കാം, ക്ലോക്ക് വൈസ് എടുക്കാം. ഞാൻ Yയിൽ നിന്ന് ക്ലോക്ക് വൈസ് എടുക്കുന്നു, Y നെക്സ്റ്റ് T എഴുതുന്നു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് O എഴുതുന്നു. ഉണ്ടായിരുന്ന 3 ഫേസസ് ഞാൻ എഴുതിയല്ലോ. നെക്സ്റ്റ് സെക്കൻഡ് 1 എടുക്കുവാണെങ്കിൽ സെയിം അതുപോലെ ക്ലോക്ക് വൈസ് എടുക്കണം. Yയിൽ നിന്ന് ക്ലോക്ക് വൈസ് എടുക്കണം അല്ലെ? Y, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് B ആണ്, അതിന്റെ നെക്സ്റ്റ് വരുന്നത് L ആണ്. ഇനി എന്നോട് ചോദിച്ചിട്ടുള്ളത് ഫേസ് ഓപ്പോസിറ്റ് ടു ദ വൺ ഹാവിങ് L. അപ്പോൾ L എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുള്ളതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാ? O എന്ന് പറയുന്ന ആൽഫബറ്റ് ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത ഓപ്ഷൻ 4 O ആണ്. ഇനി ഇതിൽ നിന്ന് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ Y എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഏതാണെന്ന്. ഏതായിരിക്കും? Y എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഏതായിരിക്കും? നമുക്ക് ഓക്കെ, T എന്ന് പറയുന്ന ഫേസ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് B ആണെന്ന് എടുക്കാം. O ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് L എന്ന് പറയുന്ന ലെറ്റർ ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ Yക്ക് Y തന്നെ ഓപ്പോസിറ്റ് വരുമോ? വരത്തില്ല അല്ലേ? അപ്പോൾ ഈ റിമൈനിങ് വരുന്ന ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഏതായിരിക്കണോടാ? ബാലൻസ് ഉള്ള ഒരാൾ അല്ലെ? ഇവിടെ നമുക്ക് മൊത്തം 6 ആൽഫബറ്റ്സ് അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. 6 ഫേസസിലായിട്ട് 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര ലെറ്റേഴ്സ് ആയി? 1 2 3 4 5 ലെറ്റേഴ്സ് ആയി. 5 ലെറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇനി ആരേ ഉള്ളൂ? T പോയി, O പോയി, L പോയി, Y and V അല്ലേ? ഓക്കെ, B പോയി, L, Y പോയി. ഇനി ആരേ ഉള്ളൂ ബാലൻസ്? V മാത്രമേ ഉള്ളൂ. അപ്പോൾ Y എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ
Y എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് വരുന്നത് V ആയിരിക്കും. ക്ലിയർ അല്ലേ? അതും കൂടെ ഒന്ന് നോക്കി വെച്ചോളുക. സെയിം ആയിട്ട് വരുന്ന ഫേസ് നമ്മൾ കോമൺലി എടുത്ത് എഴുതുമ്പോൾ അവിടെ സെയിം വരുന്ന ഫേസ് ആണ് അവർ ഓപ്പോസിറ്റ് ചോദിക്കുന്നതെങ്കിൽ ഇതിലില്ലാത്ത ഒരു ആൽഫബറ്റ് ഏതാണോ അത് കൊടുത്താൽ മതി. അപ്പോൾ എക്സാമിനും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? എക്സാമിനും സെയിം ആയിട്ട് വരുന്ന പൊസിഷൻ ആണ് അല്ലെങ്കിൽ സെയിം ആയിട്ട് വരുന്ന ഫേസിനാണ് ഓപ്പോസിറ്റ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ടില്ലാത്ത ആൽഫബറ്റ് ഏതാണെന്ന് നോക്കി അതിനെ അങ്ങ് ആൻസറിൽ കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേർഡിന്റെ ഒരു പേരാണ് തന്നിട്ടുള്ളത് അല്ലെ? വൈറസ്, പാരസൈറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അതേ സെയിം റിലേഷൻ യൂസ് ചെയ്ത് ഏത് ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുക? ഫംഗസ്, ജാസ്മിൻ അല്ല. നെക്സ്റ്റ് അമൽട്ടസ്, ട്രീ തരുന്നുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ. അടുത്ത ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫെനുഗ്രീക്ക് മൈക്രോ ഓർഗാനിസം എന്നാ പറയുന്നത്, ആണോ? അല്ല. ദെൻ ആൽഗെ എടുക്കുവാണെങ്കിൽ ഫ്ലവർ ആണെന്ന് പറയുന്നു, അല്ല. അപ്പൊ നോക്കിക്കേ, ഇതിൽ നിന്ന് ഏതാ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക? അമൽട്ടസ്, ട്രീ എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഗിവൺ സെറ്റ്. അപ്പോൾ ഒരു 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 213ഉം 187. അതുപോലെ മറ്റൊരു സെറ്റാണ് 185ഉം 129. ഇവർക്ക് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതേ സെയിം റിലേഷൻ ഓപ്ഷനിലെ ഏത് നമ്പർ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് കണ്ടെത്തണം. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ വായിച്ചതുപോലെ ഒരു നോട്ടും കൂടെ തന്നിട്ടുണ്ട്. എന്താ? 13 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിങ്ങൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 13 ആയിട്ട് തന്നെ എടുക്കുക. 1 and 3 സെപ്പറേറ്റ് ആയിട്ട് എടുക്കരുത് അല്ലെ? അതും കൂടെ കണ്ടീഷനാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, 213ഉം 157. 213ഉം 157 എടുത്താൽ എത്ര വരുന്നുണ്ട്? 56 ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്തതാണ്, ഡിഫറൻസ് ആണോ എന്നറിയാം. ഓക്കെ, അതുപോലെ ഞാൻ 185നും 129നും ഡിഫറൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. യെസ്, 56 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പർ സെറ്റിലും ഡിഫറൻസ് 56 ആണ്. അപ്പൊ മേ ബി അതായിരിക്കണം അവരുദ്ദേശിച്ച റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിൽ ഏതിലാണ് ആ റിലേഷൻ ഫോളോ ചെയ്യുന്നത്? നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ 171ഉം 123ഉം തമ്മിൽ 56 ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ 189ഉം 141ഉം തമ്മിൽ 56 ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ല. തേർഡ് ഓപ്ഷൻ എടുക്കുമ്പോഴോ 164 108 ഡിഫറൻസ് എടുത്തേ 56 വരുന്നുണ്ട് അല്ലെ? തേർഡ് ഓപ്ഷൻ വരുന്നുണ്ട്. ഫോർത്തും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ എത്രയാ? 192ഉം 152ഉം എടുക്കുവാണെങ്കിൽ ഡിഫറൻസ് എത്രയാ വരുന്നത്? നമുക്ക് 40 ആണ് ഡിഫറൻസ് വരുന്നത്. സോ ആ ഓപ്ഷനും അല്ല. നമ്മളുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, which of the following terms will replace the question mark in the given series? അപ്പോൾ ഏത് ടേം ആണ് സീരീസിലെ ക്വസ്റ്റ്യൻ മാർക്കിനെ റീപ്ലേസ് ചെയ്ത് വരുന്നത്? നമുക്ക് ഒരു ആൽഫബറ്റിക്കൽ സീരീസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഐ കഴിഞ്ഞിട്ട് എം വരുന്നുണ്ട്. ഐ കഴിഞ്ഞിട്ട് എം വരണമെങ്കിൽ എത്രാമതാടാ? ഐ, ജെ, കെ, എൽ, നെക്സ്റ്റ് ആണ് എം. +4 ആണ് അല്ലേ? ഐ +4 ചെയ്യുമ്പോഴാണ് എം വരുന്നത്. നെക്സ്റ്റ് എം +4 ആണോ ക്യൂ വരുന്നത്? എം കഴിഞ്ഞിട്ട് എൻ, ഒ, പി, എസ് പ്ലസ് ക്യൂ നെക്സ്റ്റ്. അപ്പൊ +4 ചെയ്യുമ്പോഴാണ് ക്യൂ വരുന്നത്. ക്യൂ +4 ചെയ്യുമ്പോൾ നമുക്ക് ഏത് തന്നെ വരും? യു തന്നെ വരും. നെക്സ്റ്റ് യു +4 എടുത്താൽ നമുക്ക് എന്ത് വരും? യു +4 എടുത്താൽ വൈ എന്ന് പറയുന്ന ആൻസർ വരും. പക്ഷെ നോക്കിക്കേ, നമുക്ക് ഓപ്ഷനിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ ഓപ്ഷൻ മാത്രമേ പറ്റൂ. ഫോർത്ത് ഓപ്ഷൻ മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ബാക്കി 3 ഓപ്ഷൻസിലും ഫസ്റ്റ് ആൽഫബറ്റ് വൈ തന്നെയാണ്. സെക്കൻഡ് ആൽഫബറ്റ് നോക്കാം. എം, പി. എം പ്ലസ് എത്ര വരുമ്പോഴാണ് പി വരുന്നത്? എം, എൻ, ഒ, പി +3 വരുമ്പോഴാണ് പി വരുന്നത് അല്ലെ? അപ്പോൾ പി +3 വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? എസ് വരുന്നു. എസ് +3 വരുമ്പോൾ വി വരുന്നു. അപ്പോൾ നെക്സ്റ്റ് വി +3 നോക്കിക്കേ. വി +3 WX വൈ ആണ്. അപ്പോൾ സെക്കൻഡ് ആൽഫബറ്റും വൈ ആണ്. അങ്ങനെ നോക്കുമ്പോഴും തേർഡ് ഓപ്ഷൻ മാത്രമേ എലിമിനേറ്റ് ആകുന്നുള്ളൂ. വീണ്ടും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഏതും കൂടെ കണ്ടുപിടിച്ചാലേ പറ്റൂ.
മൂന്നാമത്തെ ആൽഫബറ്റ് ഏതാണെന്ന് നമ്മൾ അറിയണം. അതിന് ലോജിക് എന്താണെന്ന് നമ്മൾ അറിയണം. HJ ആണെങ്കിൽ HIJ +2 ആണ് അല്ലെ, ഒരു ആൽഫബറ്റ് വിട്ടിട്ട്. അപ്പോൾ H+2 ആണ് J, J+2 ആണ് L, L+2 ആണ് N. അപ്പോൾ N+2 എന്ത് വരുവാടാ? OP വരണം. അപ്പോൾ P വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ N ആണ്. അപ്പോൾ നമ്മളുടെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ YYPT ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇനി സർട്ടൻ കോഡ് ലാംഗ്വേജസ് ഫേസ്ഡ് ഈസ് റിട്ടൺ as GZDDE and VK is written as WZDZZ. How will be labor be written in that language? അപ്പോൾ നോക്കിക്കേ, ഫേസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുക്കുന്നു. അത് നമുക്ക് GZDDE ആയിട്ട് മാറുന്നു. നോക്കിക്കേ, എഫിന്റെ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് നോക്കാം. എഫിൽ നിന്ന് ജിയിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫിൽ നിന്ന് ജിയിൽ എത്തണമെങ്കിൽ -1 ചെയ്യണം അല്ലേ? സോറി, +1 ചെയ്യണം. ദെൻ എയിൽ നിന്ന് ഇസഡിൽ എത്തണമെങ്കിൽ -1 ചെയ്യണം. സിയിൽ നിന്ന് ഇസഡിൽ എത്തണമെങ്കിൽ +1 ചെയ്യണം. ഇയിൽ നിന്ന് ഡിയിൽ എത്തണമെങ്കിൽ -1, ഡിയിൽ നിന്ന് ഇയിൽ എത്തണമെങ്കിൽ +1. അപ്പം +1 -1 +1 -1 +1 -1 ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. അങ്ങനെയാണെങ്കിൽ ലേബർ എന്ന് പറയുന്ന വേർഡ് എടുക്കുന്നു. L+1 എന്താ? M ആണ്. നെക്സ്റ്റ് A-1 എന്താ? Z ആണ് അല്ലെ? അപ്പോൾ M-ഉം Z-ഉം വരുന്ന ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ. വേണമെങ്കിൽ അടുത്തത് ചെക്ക് ചെയ്യാം നമുക്ക്. B+1 C ആണ്. O-1 എന്ത് കിട്ടുന്നുണ്ട്? N കിട്ടുന്നുണ്ട്. R+1 S കിട്ടുന്നുണ്ട്. MZCN S എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which two signs should be interchanged to make the following question equation correct? അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിനെ നമ്മൾ നോക്കിയിട്ട് ഏത് രണ്ട് സിമ്പിൾസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം. അതായത് 119 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടണം. അതാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ, നോക്കിക്കേ. 247 ഡിവൈഡഡ് ബൈ 13 പ്ലസ് 16 ഇൻറ്റു 3 മൈനസ് 148 എന്ന് പറയുന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ പ്ലസും ഇൻറ്റു അല്ലേ, നമുക്കിവിടെ എന്ത് ചെയ്യാം? പ്ലസും ഇൻറ്റുവും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം ഫസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 247 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 16 പ്ലസ് 3 മൈനസ് 148 ചെയ്താൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 243 ഡിവൈഡ് ചെയ്താൽ 13 എത്ര പ്രാവശ്യം ഉണ്ട്? 1 117 19 പ്രാവശ്യം ഇൻറ്റു 16 പ്ലസ് 3 മൈനസ് 148. 19 ഇൻറ്റു 16 ചെയ്യുമ്പോൾ തന്നെ 190 സംതിങ് വരും. 190 പ്ലസ് ഓക്കെ 304 വരും. മൈനസ് 148 ചെയ്താൽ ഉറപ്പായിട്ടും ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഇനി സെക്കൻഡിലോട്ട് നോക്കാം. സെയിം മൈനസ് ആൻഡ് പ്ലസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് വരണം, ഇവിടെ പ്ലസ് വരണം. അപ്പോൾ 247 ഡിവൈഡഡ് ബൈ 13 മൈനസ് 16 ഇൻറ്റു 3 പ്ലസ് 148. അപ്പോൾ ഇവിടെ 19 മൈനസ് 16 ഇൻറ്റു 3 നമുക്ക് എത്ര എടുക്കാം? 48 എടുക്കാം. പ്ലസ് 148. ഇവിടെ മൈനസ് ചെയ്താൽ 19 പ്ലസ് 100 എന്ത് കിട്ടുന്നു? 119 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ 2 മൈനസ് ആൻഡ് പ്ലസ് ആണ് ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 മൈനസ് ആൻഡ് പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് 15+ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും ഇതേ ഷിഫ്റ്റിലെ ബാക്കി ക്വസ്റ്റ്യൻസ്, ബാലൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.